അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചതിന്റെ പേരിൽ വിശുദ്ധമായ ഖുർആൻ അധിക്ഷേപിച്ച ലോകാവസാനം വരെ വരുന്നതായ വിശ്വാസി സമൂഹം ഒന്നടങ്കം അനുസ്യൂതം ഇടതടവില്ലാതെ പാരായണം ചെയ്ത് അവന്റെ പേരിൽ അള്ളാഹുവിൻ്റെതായ ലഅനത്ത് ശാപം സദാ വർഷിക്കട്ടെ എന്ന് ദുആയിലെന്ന് പ്രാർത്ഥിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആനിൻ്റെതായ ദൈവികമായിട്ടുള്ള സന്ദേശം വരെ ഇറക്കപ്പെട്ടതായ അബൂലഹബ്, അങ്ങനെയുള്ളതായ അബൂലഹബ് മരണപ്പെട്ടതിന് ശേഷം ഒരിക്കൽ അദ്ദേഹത്തിനെ ഒരാൾ ദർശിക്കുകയുണ്ടായി, സ്വപ്നത്തിലൂടെ കാണുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, മാ ഹാലുക്ക, അല്ലയോ അബൂലഹബ്, താങ്കളുടെ നിലവിലത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്, സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതായ സന്ദർഭത്തിൽ അബൂലഹബ് പറയുകയാണ്, ഞാൻ നരകത്തിൽ തന്നെയാണ്. എങ്കിലും തിങ്കളാഴ്ച എന്നുള്ളതായ ഒരു ദിവസത്തിൽ, തിങ്കളാഴ്ചയുടേതായ രാവിൽ അദ്ദേഹത്തിൻ്റെതായ കരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലൂടെ എനിക്ക് ശുദ്ധമായ ജലം പ്രവഹിക്കുകയും ഞാനത് പാനം ചെയ്യുകയും ചെയ്യും. അവിശ്വാസിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധിക്ഷേപിച്ച, മോശപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തുയർത്തിയതായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തത്വസംഹിതയെ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അധിക്ഷേപ സ്വരത്തിൽ നബിക്ക് വേദനയുണ്ടാകുന്ന തരത്തിൽ പ്രതികരണം വരെ നടത്തി വിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ചതിന്റെ പേരിൽ, മുത്തുനബി ആക്ഷേപിച്ചതിന്റെ പേരിൽ അധിക്ഷേപിച്ചതായ അവിശ്വാസിയായ ഈ വ്യക്തിയുടേതായ കരങ്ങളിൽ നിന്നും വെള്ളി തിങ്കളാഴ്ചയുടേതായ സുദിനത്തിൽ ശുദ്ധമായ ജലം പ്രവഹിക്കാനുണ്ടായ കാരണത്തെപ്പറ്റി അബൂലഹബ് ആ മനുഷ്യനോട് പറയുകയാണ്. ആദരവായ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൻ്റെതായ വാർത്തയെ അറിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ അടിമയാകുന്ന സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരുടേതായ അമ്മിഞ്ഞ നുണയുവാൻ കുടിക്കുവാൻ വേണ്ടി കൊടുത്തതിൻ്റെയും ഫലമായി കൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയിൽ സന്തോഷം ആ കാലഘട്ടത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശിയിൽ പെട്ടതായ ഒരു കുടുംബത്തിൽ ജനിച്ച അബ്ദുൽ മുത്തലിബിന്റെ പേരമകനായി, ചെറുമകനായി, അബ്ദുള്ളയുടെ മകനായി ജനിച്ചതിലുള്ളൊരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിശ്വാസിയായിട്ട് പോലും അദ്ദേഹത്തോട് അള്ളാഹു തആല ചെയ്യുകയാണ്, പരിശുദ്ധമായ തിങ്കളാഴ്ചയുടേതായ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നരകത്തിലാണെങ്കിൽ പോലും കുടിക്കുവാനുള്ള ശുദ്ധമായിട്ടുള്ള ദാഹജലം, നീരുറവ അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ അത് പ്രവഹിക്കുന്നു എന്ന് അബൂ ലഹബ് തന്നെ അദ്ദേഹത്തിൻ്റെതായ അനുഭവത്തെ പറ്റി സ്വപ്നത്തിലൂടെ കണ്ട ഒരു വ്യക്തിയോട് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഇമാം ഹാഫിള് ഷംസുദ്ദീൻ ബിൻ ജസീരി റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നുമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പറയട്ടെ, എന്തുകൊണ്ടും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിൻ്റെതായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ ആകുമ്പോൾ പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം, ഒരു സ്നേഹം നാം പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സൃഷ്ടികൾ ശ്രേഷ്ഠരായ ഈ കാണുന്ന അഖിലാണ്ട മണ്ഡലങ്ങളെ മുഴുവനും പടയ്ക്കാൻ കാരണക്കാരനായ വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം വിരിയിച്ച വിശ്വവിമോചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സന്ദർഭത്തിൽ ലോകത്ത് സംഭവിച്ചതായ മാറ്റങ്ങളെപ്പറ്റി ഹദീസിൻ്റെതായ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിന്റെ കിതാബുകളിലും എന്തെല്ലാം അത്ഭുത കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോകം മുഴുവനും പ്രവാചകന്റെ ആ ഒരു തിരുജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ഈ ആഖിർ സമാനിൽ ജീവിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈമാൻ ബലഹീനരായ നമ്മെ സംബന്ധിച്ചിടത്തോളം, നാം അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നാളെ? കാരണം ആരുടെ കയ്യിൽ നിന്നാണ് നാം ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കേണ്ടത്? ആരുടെ കൊടിക്കീഴിലാണ്, ലിവാഉൽ ഹംദിന്റെ കൊടിക്കീഴിലായിട്ടാണ് നാം അണിനിരക്കേണ്ടത്? ആരോടൊപ്പമാണ് പരിശുദ്ധമായ ജന്നാത്തുൻ നഈമിൽ സംഗമിക്കാൻ നാം ആഗ്രഹിക്കേണ്ടത്? അങ്ങനെ ഓരോ മുൻകടന്നു പോയിട്ടുള്ള പ്രവാചകന്മാരാകുന്ന പ്രവാചകന്മാരൊക്കെയും ആഗ്രഹിച്ച് അവർക്കൊന്നും ലഭിക്കാത്ത സമുന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് കരണീയരായിട്ടുള്ള ഉമ്മത്ത് മുഹമ്മദ് അഥവാ പ്രവാചകന്റെ അനുയായികളാകാൻ ആഗ്രഹിച്ച പ്രവാചകന്മാർക്കൊന്നും മുൻകടന്നുപോയ പ്രവാചകന്മാർക്കോ അവരുടെ അനുയായികൾക്കോ ലഭിക്കാത്ത അതുല്യമായ ഒരു സൗഭാഗ്യം കിട്ടിയ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ആ പ്രവാചകന്റെ ജന്മദിനമാകുമ്പോൾ പ്രത്യേകമായി കൊണ്ടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കൽ, പ്രിയമുള്ളവരെ, നമുക്ക് അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ മറ്റെല്ലാവരെക്കാളും, ജന്മം തന്ന മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെക്കാളും നിങ്ങളെ ശരീരത്തെക്കാളും എല്ലാത്തിനേക്കാളും സകലമാന അഖില നിഖില എല്ലാ കാര്യങ്ങളെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ, ഹുബ്ബ് വെക്കുന്നത് വരെ നിങ്ങൾ ഒരാളും പൂർണ്ണമായ സത്യവിശ്വാസിയാവുകയില്ല. പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. ഒരുപാട് ഹദീസുകൾ നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാം ഖലീഫയാകുന്ന
ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു, കൈപിടിച്ച് നടക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറയുകയാണ്, അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി. മുത്തുനബിയെ, ഞാൻ അങ്ങയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണെന്ന് നബിയോട് പറയുകയാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം കേട്ടപ്പോൾ മുത്തുനബി പറയുകയാണ്, ലാ, പോരാ ഉമറേ, പോരാ, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു ആണ് സത്യം, അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ സ്വശരീരത്തെക്കാളും എന്നെ നീ ഇഷ്ടപ്പെക്കുന്നത് വരെ, പ്രിയം വെക്കുന്നത് വരെ ഉമറേ നീ പൂർണ്ണ വിശ്വാസിയാകുകയില്ല. നബിയുടേതായ ആ ഒരു പ്രതികരണം കേട്ട ഉടനെ യാതൊന്നും ചിന്തിക്കാതെ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബിയെ ഫഇന്നഹു അൽ ആൻ, മുത്തുനബിയെ ഈ നിമിഷം മുതൽ എന്റെ സ്വശരീരത്തെക്കാളും എനിക്ക് ഏറ്റവും പ്രിയം, സ്നേഹം, ഇഷ്ടം, മുഹബ്ബത്ത്, പ്യാർ, ഇഷ്ക്, മുത്തുനബിയെ അത് അങ്ങയോടാണെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറയുകയാണ്, ഉമറേ അൽ ആൻ, ഈ സമയത്താണ് ഉമറേ നീ പൂർണ്ണനായ ഒരു വിശ്വാസിയായി തീർന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നുമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ, പ്രഥമ വസന്തം, റബീഉൽ അവ്വൽ, ആ വാക്ക് തന്നെ അങ്ങനെയാണ്, റബീഉൽ അവ്വൽ, പ്രഥമമായ വസന്തം, ഒന്നാമത്തെ വസന്തം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. മുത്തുനബിയെ കുറിച്ച് അറിയാനും പഠിക്കാനും പാടാനും പറയാനും അവിടുത്തതായ ആ ഒരു മാതൃക, ലൈഫ് റോൾ മോഡൽ നമുക്കൊക്കെയും സമുന്നതമായ മാതൃകയാണ്. ആ ഒരു മുത്തുനബിയുടെ സമുന്നതമായ സുന്നത്തുകളെ ജീവിതത്തിൽ ഹയാത്താക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ ഒരു റുജുവായ നേരായ മാർഗ്ഗയിലൂടെ കടന്നു പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തിലും മുത്തായ മുത്തുനബിയെ നാളെ കണ്ടുമുട്ടാനും അവിടുത്തെ കരം കവരാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്കും ബന്ധുമിത്രാദികൾക്കും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സമ്മാനിക്കട്ടെ. ആമീൻ. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.